വോട്ടർ രജിസ്ട്രേഷന് പൗരത്വത്തിന്റെ രേഖാമൂലമുള്ള തെളിവ് നിർബന്ധമാക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ദിവസത്തിനുള്ളിൽ എല്ലാ ബാലറ്റുകളും ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക എന്നിവയുൾപ്പെടെ US തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂലമായ മാറ്റങ്ങൾ നിർബന്ധമാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരിക്കുകയാണ്. പുതിയ ആവശ്യകതകൾ ഉടനടി നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടിസ്ഥാനപരവും ആവശ്യമായതുമായ തിരഞ്ഞെടുപ്പ് സംരക്ഷണങ്ങൾ നിലനിൽക്കുന്നതിനാൽ US പരാജയപ്പെട്ടുവെന്നും ഉത്തരവിൽ വാദിക്കുകയും വോട്ടർ പട്ടിക പങ്കിടുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നതിനും ഫെഡറൽ ഏജൻസികളുമായി സഹകരിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ യോഗ്യത നേടുന്നതിന് പാസ്പോർട്ട് പോലുള്ള പൗരത്വ തെളിവ് നിർബന്ധമാക്കുന്നതിനായി ഫെഡറൽ വോട്ടർ രജിസ്ട്രേഷൻ ഫോമിൽ ഭേദഗതി വരുത്തുന്നതാണ് ഈ സമഗ്ര ഉത്തരവ്. കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസത്തിന് ശേഷം ലഭിക്കുന്ന മെയിൻ ഇൻ ബാലറ്റുകൾ പോസ്റ്റ് ചെയ്ത തീയതി പരിഗണിക്കാതെ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നതിനെയും ഈ ഉത്തരവ് വിലക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും വഞ്ചനയും സംബന്ധിച്ച ട്രംപിന്റെ നിരന്തരമായ അവകാശവാദങ്ങളുമായി ഈ നടപടി യോജിക്കുകയാണ്. പ്രത്യേകിച്ച് മെയിൻ ഇൻ വോട്ടിംഗുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. രേഖപ്പെടുത്തിയ വഞ്ചനയുടെ കുറഞ്ഞ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ആവർത്തിച്ച് വിമർശിക്കുകയാണ്. പൗരത്വ ആവശ്യകതയെക്കുറിച്ചുള്ള ഉത്തരവിന്റെ തെളിവ് റിപ്പബ്ലിക്കൻ പിന്തുണയുള്ള സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ടിന്റെ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ ആരോപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ച് പരാമർശിക്കവേ ഇതിനോട് അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ ഈ ഉത്തരവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സമഗ്രതയിൽ പൊതുജന വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. അമേരിക്കൻ പൗരന്മാർ മാത്രമേ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ തീരുമാനിക്കുകയുള്ളൂ എന്നും ഉത്തരവ് ഉറപ്പാക്കുന്നുണ്ട് എന്ന് ജോർജിയ സ്റ്റേറ്റ് സെക്രട്ടറി ബ്രാഡ് റഫൻസ്ബർഗർ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും വോട്ടവകാശ സംഘടനകളും ഡെമോക്രാറ്റുകളും ഉത്തരവിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിക്കുന്നു. 2023 ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് യോഗ്യരായ US പൗരന്മാരിൽ ഏകദേശം 9% പേർക്കും, അതായത് 21.3 ദശലക്ഷം ആളുകൾക്ക് പൗരത്വത്തിന് എളുപ്പത്തിൽ ലഭ്യമായ തെളിവുകൾ ഇല്ല എന്നാണ്. കൂടാതെ നിലവിൽ 18 സംസ്ഥാനങ്ങളും പ്യൂട്ടോ റിക്കോയും തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ശേഷം ലഭിക്കുന്ന തപാൽ ബാലറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. അവ ആ തീയതിയിലോ അതിനു മുമ്പോ പോസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റുകൾ നൽകിയതിനു ശേഷം പേരുകൾ മാറിയ വിവാഹിതരായ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന രജിസ്ട്രേഷൻ പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കൊളറാഡോയിലെ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് സെക്രട്ടറി ജെന ഗ്രിസ്ബോൾഡ് ട്രംപ് വോട്ടർമാരുടെ എണ്ണം അടിച്ചമർത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിനെ ഫെഡറൽ ഗവൺമെന്റിന്റെ നിയമവിരുദ്ധമായ ആയുധവൽക്കരണം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് മേൽ പ്രാഥമിക അധികാരം നൽകുകയും തെരഞ്ഞെടുപ്പുകളുടെ സമയം, സ്ഥലങ്ങൾ, രീതി എന്നിവ നിർണ്ണയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് വ്യക്തമായ അധികാരം നൽകുകയും ചെയ്യുന്നതിനാൽ വോട്ടിംഗ് നിയന്ത്രിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണെങ്കിലും ഈ ഉത്തരവ് നിയമപരമായ വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.